ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നാസർ ചേരിയത്. സ്വാതന്ത്ര്യം അവകാശം മാത്രമല്ല, ഉത്തരവാദിത്വം കൂടിയാണ്. മറ്റുള്ളവരെ ബഹുമാനിക്കുമ്പോഴാണ് നമ്മുടെ സ്വാതന്ത്ര്യം യഥാർത്ഥമാകുന്നത്. തിരൂർ MACT അഡീഷണൽ ജില്ലാ ആൻഡ് സെഷണൽ ജഡ്ജി ശ്രീ ശ്രീജിത്ത് പറഞ്ഞു. ME സെൻട്രൽ സ്കൂളിൽ നടന്ന 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂൾ പ്രിൻസിപ്പൽ VP മധുസൂദനൻ ദേശീയ പതാക ഉയർത്തി. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ലീഡർ ഫാത്തിമ കബീർ സ്വാഗതം പറഞ്ഞു. സ്കൂൾ സെക്രട്ടറി PA സലാം, P ലിലീസ് മുഖ്യപ്രഭാഷണം നടത്തി. സ്വാതന്ത്ര്യത്തിന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കാനും സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം തിരിച്ചറിയാനും വിദ്യാർത്ഥികളെ ആഹ്വാനം ചെയ്തുകൊണ്ടായിരുന്നു മുഖ്യാതിഥിയുടെ സന്ദേശം. സ്കൂൾ ട്രഷറർ K അബ്ദുൽ ജലീൽ ശ്രീജിത്തിന് ഉപഹാരം നൽകി ആദരിച്ചു. സ്കൂൾ വൈസ് പ്രസിഡന്റ് PA റഷീദ്, ജോയിന്റ് സെക്രട്ടറി നജമുദ്ദീൻ കല്ലിങ്ങൽ, യൂണിറ്റ് സെക്രട്ടറി KK റസാഖ്, വൈസ് പ്രസിഡന്റ് PT ബെന്നി, മാനേജ്മെന്റ് അംഗങ്ങൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ ദേശഭക്തിഗാനവും ആവേശകരമായ മാസ് ഡ്രില്ലും സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് മിഴിവേകി. രാജ്യസ്നേഹവും ഐക്യവും ഉത്തരവാദിത്യ ബോധവും വിളിച്ചോതിയ ആഘോഷം ശ്രദ്ധേയമായി. As we celebrate the 80th Independence Day of India, 8 decades ago, India stepped into freedom with a heart full of hope. Since then, she has traveled countless journeys, growing, changing, and constantly moving forward. ഉച്ചനീചങ്ങളൊന്നും മനസ്സിൽ വെക്കാതെ എല്ലാവരും സൗഹൃദമായി ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുന്ന കടമകൾ. The freedom which we enjoy today is a gift from them. The primary thing which we should understand today on this day is that it is their gift. But children, freedom is not just a gift alone. It is a responsibility as well. As rightly said by the dear student who said the welcome speech, it is a huge responsibility. Our freedom permits us to think, to dream, to express ourselves. But today, I think what is more important, the true sense of freedom, understanding the true sense of freedom is more important. നമുക്കറിയാം, യുവതലമുറകൾക്ക് എന്നും പ്രചോദനമായിരുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ഭഗത് സിംഗ്. അദ്ദേഹം 23-ാം വയസ്സിലാണ് ബ്രിട്ടീഷുകാരുടെ കരാള ഹസ്തങ്ങളാൽ തൂക്കിലേർപ്പെട്ട് ഈ രാജ്യത്ത് നിന്ന് വിട പറഞ്ഞ് പോകേണ്ടി വന്നു. കേവലം നിങ്ങൾ ആലോചിക്കണം, 23 വയസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവൻ യുവാക്കൾക്കും പ്രചോദനമായിരുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കേവലം രാഷ്ട്രീയമായ ഒരു ലക്ഷ്യം മാത്രമായിരുന്നില്ല, മറിച്ച് ഓരോ പൗരൻ്റെയും അധികാരവും അവകാശവുമാണെന്ന ഉത്തമമായ ബോധ്യമായിരുന്നു അദ്ദേഹത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് വേണ്ടി, അതിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തെ പ്രചോദനമായി നിന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ വരും തലമുറയോട് എനിക്ക് പറയാനുള്ളത്, ഈ രാജ്യത്ത് നടമാടുന്ന തിന്മകൾ, പ്രത്യേകിച്ച് വർഗീയത, അതുപോലെ തന്നെ അസഹിഷ്ണുത പോലുള്ള തിന്മകൾക്കെതിരെ, ലഹരിക്കെതിരെയെല്ലാം യുവതലമുറകൾ പോരാടേണ്ടതുണ്ട്. അതുപോലെ തന്നെ അധ്യാപകർ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകേണ്ടതുണ്ട്. ഈ MESൻ്റെ കുടുംബത്തിൻ്റെ എല്ലാവിധ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി ജീവത്യാഗം ചെയ്ത മഹാത്മജി, ജവഹർലാൽ നെഹ്റു, ബാലഗംഗാധർ തിലക്, ഗോഖലെ, ഝാൻസി റാണി, വക്കം അബ്ദുൽ ഖാദർ തുടങ്ങിയ മഹാരഥന്മാർക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മനുഷ്യന് ഹൃദയേക്കാൾ ഭയാനകം എന്നൊരു കവി പാടിയിട്ടുണ്ട്. ഇന്ന് രാജ്യം 80ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഈ വേളയിൽ, ഈ അസുലഭ വേളയിൽ തങ്ങളുടെ കണ്ണീരുപ്പ് കലർന്ന ജീവിതം കൊണ്ട് വീര ഇതിഹാസങ്ങൾ രചിച്ചു കടന്നു പോയിട്ടുള്ള സമര സേനാനികളെ ഓർമ്മിക്കുന്നു. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന പൂർവികരെ അനുസ്മരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യയിലൊട്ടുക്കും സ്വാതന്ത്ര്യത്തിന് ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടം നടത്തുമ്പോൾ നമ്മൾ മലബാറിൽ തന്നെ, നമ്മൾ തിരൂരിൽ, നമുക്ക് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇതേമാതിരി പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും മലബാറിലും ഇതുപോലെ തന്നെ നമ്മൾ പൂർവികരെ
ഇവിടെ പോരാട്ടത്തിന്റെ ഫലമായി അനന്തരഫലമായിട്ടാണ് നമുക്ക് ഇന്ന് ഇവിടെ ഈ സ്വാതന്ത്ര്യ ദിനാഘോഷം ഇത്രയും ഗംഭീരമായി നടത്താൻ കഴിഞ്ഞത്. It was the beginning of a new destiny for India. But freedom was never free. Every breath of freedom we enjoy today was paid for. മണ്ണിൽ നിന്നു മറഞ്ഞവരെ, മുന്നിൽ നിന്നു നയിച്ചവരെ, മണ്ണിൽ നിന്നു മറഞ്ഞവരെ, ജീവിക്കാൻ മറന്നവരെ, സ്നേഹിക്കാൻ കൊതിച്ചവരെ. Some held the flag, some faced the struggle, and some made the ultimate sacrifice. Today, we gather here to remember the story and celebrate the freedom they gave us. I would like to sincerely thank our respected principal, teachers, staffs, and all the students who worked together to make today's celebration a memorable one. Pan Media News, Tirur.